പിന്നെ ബാഗ് തട്ടിപ്പറിക്കാൻ വരുന്നവന്റെ അടുത്താണ് വെയിറ്റ് പറയുന്നത്. എന്തോ സ്ക്രിപ്റ്റ് ആണ് ഇത്. ജിം കേളാ എങ്ങാണ്ട് ചുള്ളിക്കമ്പിനകത്ത് തുണി കെട്ടി വെച്ച പോലുണ്ട്. ഇതിന് വേറൊരു കളിയുണ്ട്. ഒന്നും പറയുന്നില്ല ഇവിടെ. ഇതാണ് ഓരോന്ന് കണ്ടുപിടിച്ചാലുള്ള പ്രശ്നം. ഡീറ്റപാറ്റാകുമ്പോ അവിടെ ECSM സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റാണ് ട്രെയിനിങ് വരുന്നത്. അതിന് സ്പെഷ്യൽ പ്രോഗ്രാമും ഉണ്ട്. പിന്നെ നോമ്പിന് സ്പെഷ്യൽ പാക്കേജ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിലും ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് താലസ്നാമനിച്ച മാത്രം മതി. ഇതുപോലെ ഒരു ട്രെയിനറിനെ എന്റെ ജീവിതത്തിൽ കാണുക, ഇവിടെയൊക്കെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിക്കാന്നൊക്കെ പറയുമ്പോഴേ ഓക്കെ. എന്തായാലും രേണുസുതിയെ വെറുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തു. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ നിർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ പറ, നിർത്തണോ വേണ്ട എന്ന് ഓപ്പണായിട്ട് ചോദിക്കുക, കമന്റ് ബോക്സിൽ ഇടുക. ഇത് ചെയ്യണോ വേണ്ടായോ എന്ന്, ഇത് നിർത്തി കാണണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കമന്റ് ഇടുക. നിങ്ങളെ വെറുക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ. എന്തായാലും അതിനു മുമ്പേ ഈ അലൻ ജോസ് പെരേരയുടെ കൂടെ ഒരു നാറി നടപ്പുണ്ടല്ലോ, അവൻ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് വെക്കാം. പിന്നെ സജന ശ്രീതു ഇന്നലെ സജനയ്ക്ക് ഒരു മറുപടി കൊടുത്തു, ഇന്ന് വേണ്ട വീണ്ടും അതിനെതിരെ വീഡിയോ ഇട്ടു. അതിനകത്ത് പാതി തൊട്ട് നമുക്ക് ഇട്ടുമൊക്കെ താങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. പിന്നെ ശ്രീതു പുള്ളിക്കാരിക്ക് എന്താണെന്ന് അറിയത്തില്ല, പഴയ അങ്ങോട്ട് ഊർജ്ജമില്ല. എനിക്ക് ഇവറ്റകളെ കൂടെ രണ്ടെണ്ണത്തിനെയും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ലവൻ പറയുന്നൊന്ന് കേട്ടിട്ട് വാ. രേണുസുതി പേര് മാറ്റി, കാരണം ഒരുപാട് ചീത്തവിളിയൊക്കെ ആയിരുന്നു സൂചിച്ചാണ്ട പേരിട്ടെന്ന് പറയാം. മാറ്റിയത് നന്നായില്ലേ? അവിടെ പേര് മാറ്റി നന്നായില്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം വിവാഹം കഴിയുന്നത് വരെ അച്ഛന്റെ പേരും അത് കഴിഞ്ഞാൽ ഭർത്താവിന്റെ പേരും ഏതൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്നതാണ്. അതാണ് രേണു ചെയ്തിട്ടുള്ളത്. ഇവന്മാര് പൊട്ടന്മാരാ, അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാ പേര് മാറ്റിയത്. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആധാറിന്റെ പേരും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ വേണം. അതുകൊണ്ടാണ് രേഷ്മ ബി തങ്കച്ചൻ എന്ന് അവർ കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സുധിയുടെ പേര് ഇവിടെ മാറ്റുമോ? ഈ സുധിയെ വിറ്റ് സുധി ദൈവമാണെന്ന് പറഞ്ഞ ഒരു സൈഡിൽ കൂടെ സുധി ദൈവമാണെന്ന് പറയുന്നത്, അപ്പുറത്തൂടെ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ. അടുത്ത കേരളത്തിൽ അത്യാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് നല്ല രീതി മനസ്സിലാവും. അഥവാ ഇനി എടുക്കാത്തവർ പോയി നോക്ക്. നമ്മൾ പറയുന്ന വിശ്വാസം ഇല്ലാത്തവർക്ക് പോയി നോക്കുമ്പോൾ അറിയാം. ഇപ്പോഴും ഇവിടെയൊക്കെ താങ്ങി പിടിച്ച് നടക്കുന്ന കുറെ അവൾമാരുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അവൾമാരോട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം ഇവിടെ സുധിച്ചേട്ടനെ മാനോടെ കൊടുത്ത് നമ്മുടെ 399 രൂപയ്ക്ക് വേണ്ടി കാണിക്കുന്ന തോന്നിയ ദിവസം എന്താണെന്ന് അതിൽ പോയി നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പൊട്ടനെ ഒരു മണ്ണാങ്കട്ട അറിയാതെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം. നല്ലൊരു കലാകാരനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ബോധം വേണം. അതില്ല. ഇനി നമ്മുടെ സജിന് പറയുന്നത് വെക്കാം. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ലൈഫ് ഇന്ന് കോഞ്ഞാട്ട. ചുമ്മാ അത് സെർച്ച് ചെയ്ത് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. നീയും കുറെ അവളുമാരും രേണുസുതിയുടെ കണ്ടന്റ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം നിന്റെയൊക്കെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ള ഇൻകം എത്രയാണെന്നും അതിന് മുമ്പേ ഉള്ള ഇൻകം എത്രയാണെന്നും റീച്ച് എത്രയാണെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ നിനക്കൊക്കെ മനസ്സിലാക്കാവുന്നു. ഒരു കോപ്പും ചിന്തിക്കാനില്ല സജ്ജന, ഒരു കോപ്പും ചിന്തിക്കാനില്ല. എനിക്ക് തോന്നി എന്റെ 75,000 സബ്സ്ക്രൈബർ ആയ സമയത്താണ് ഈ പറയുന്ന രേണുസുതിയുടെ കോൺടാക്ട് ഫസ്റ്റ് ടൈം ഇവിടെ നെഗറ്റീവ് അടിക്കുന്നത് ഞാനാണ്. ഫസ്റ്റ് അടിക്കുന്നത് ഇവർ നെഗറ്റീവ് അടിക്കുന്നത് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഏറ്റു പിടിക്കുക. അതിൽ ഈ ഒരു വിഷയം ചെയ്യാത്ത അതിൽ ഞാൻ പോസ് ചെയ്ത് ഏൽപ്പിച്ച കഴിഞ്ഞ ഡിസംബറിലാണ് ഒരു കല്യാണം ബ്യൂട്ടി പാർലറിന്റെ ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടി ഇവർ ചെയ്ത ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ നെഗറ്റീവ് അടിച്ചത്. എൻ്റെ പൊന്നു ചേച്ചി RPM എന്നൊരു സംഭവമുണ്ട്. അത് 7 അയലത്തില്ലാതെയാണ് ഈ രേണുസുതിയുടെ കാര്യം. ഇപ്പോൾ അങ്ങോട്ട് കാണുമായിരിക്കും. എനിക്ക് അങ്ങനെ വലിയ വ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല ഇവരുടെ കാര്യത്തില്ല. പക്ഷേ ഒരു പൊളിറ്റിക്സോ ബിഗ് ബോസോ എന്തെങ്കിലും എനിക്ക് അത്യാവശ്യം അടിച്ചു കയറും. രേണുവിൻ്റെ കാര്യത്തിൽ എനിക്ക് 1-2 വട്ടം അങ്ങോട്ട് 1 ലക്ഷം അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല നിങ്ങൾ വന്ന് പറയുന്നു കേട്ടോ അക്കൗണ്ടിൽ പിന്നെ ഇവിടെ വിറ്റാണോ ജീവിക്കുന്നത്? ഒന്ന് പോവേ. അപ്പോൾ നിങ്ങൾ പിന്നെ എന്തോ കാണിക്കുന്നേ? നിങ്ങളെന്തോ കാണിക്കുന്നേ? അവളെ ശരി, അവളെ ഞങ്ങൾ കുറ്റം പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടല്ലേ നിങ്ങളും ചെയ്യുന്നേ. അപ്പോൾ പിന്നെ നിങ്ങൾ ഞങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? കൂട്ടുകാരെ വെളുപ്പിക്കാൻ വരുമ്പോൾ കുറച്ചും കൂടെ കല്യാണം പറയാൻ അധികമായില്ലേ? വീട്ടിൽ പറയടാ, ഈ മുട്ടലൊന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങളെ ഒന്ന് കെട്ടിച്ച് വിടന്ന് പറയടാ. സത്യസന്ധമായിട്ട് നിനക്ക് മുട്ടി നിൽക്കുവാണ്, അതിന് എക്സ്ട്രീമിൽ നിൽക്കുവാണ്. വീട്ടുകാരുടെ ഒന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങളുടെ മുട്ടൊന്ന് മാറ്റിത്താ, അച്ഛാ ഞങ്ങളെ മുട്ടൊന്ന് മാറ്റിത്താ, ഞങ്ങൾക്ക് ഒരു പെണ്ണിനെ താ എന്ന് പറഞ്ഞ് ആ മുട്ട് മാറ്റിക്കുന്നതായിരിക്കും നിനക്കൊക്കെ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പുറത്ത് കിടന്ന് കണ്ടവന്റെ മുട്ടുകാർ നിന്റെ മറ്റേടത്ത് കയറും. കണ്ട പെണ്ണുങ്ങളെ നിനക്കൊക്കെ വായി തോന്നുന്ന അവരായിരം വിളിച്ച് പറയാൻ നിന്നാ. മനസ്സിലായോടാ?
നിന്റെയൊക്കെ മുട്ട് തീർക്കണമെങ്കിൽ നിന്റെയൊക്കെ വീട്ടുകാരടുത്ത് പറഞ്ഞ് മുട്ട് തീർക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നോക്ക്. എന്തിനാ അന്തസ്സടാ? എടാ സ്വന്തം അച്ഛനെടാ, സ്വന്തം അച്ഛനെയൊക്കെ നീ ഇങ്ങനെയൊക്കെ പറയുവോടാ? നീയൊക്കെ പറയുവോ? എന്നാ അവളെ അച്ഛനെ പറയാൻ നിനക്കൊന്നും ഒരു യോഗ്യതയില്ല. എന്നാൽ നിന്റെയൊക്കെ വീട്ടുകാരെ പറയാൻ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുള്ള അർഹതയുണ്ട്. കാരണം നീയൊക്കെ കാണിക്കുന്നത് എന്താണ്? നീയൊക്കെ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിയിട്ടല്ലോ ഈ കുറയ്ക്കുന്നത്, അല്ലല്ലോ. കണ്ടന്റുമാരെ വിറ്റിട്ടല്ലേ നീയൊക്കെ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ നിന്നെയൊക്കെ പറയാൻ അങ്ങോട്ട് അർഹതയുണ്ട്. ഓ, തങ്കുനാണല്ലോ പറഞ്ഞേ മാർഗംകളി അമ്മാവനെ കുറിച്ചൊന്നും കൂടുതലൂടെ സംസാരിക്കാതെ ചേച്ചി. എന്തോ ഇവര് പറയുന്ന കേട്ടില്ല, എന്തോ കണ്ടവരെയൊക്കെ വിറ്റ് ഇവര് പിന്നെന്താ ചെയ്തോണ്ടിരിക്കുന്നേ? നിങ്ങൾ പിന്നെന്തോ ചെയ്തോണ്ടിരിക്കുന്നേ? അയ്യേ, ഇതിന് സത്യം പറയല്ലോ വിവരക്കേടിനോടൊന്നും മറുപടി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സത്യം പറയല്ലോ, വിവരക്കേട്. എന്തോ പറയുന്നതെന്ന് പോലും അറിയുന്നില്ല, വിവരക്കേട് വിളിച്ച് പറയുന്നു. ഓക്കെ, ഇനി അടുത്തൊരു സാധനം, അതിനേക്കാളും കോമഡിയാണ്. എന്തുവാ KL എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഞാൻ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് KL19 എന്തുവാ ശ്രീതു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഇതെന്തോ മോളെ KL19 അറിയാൻ പറ്റത്തോണ്ട് നോക്കിയോ? നമ്പർ പ്ലേറ്റ് ഒക്കെ ഉള്ള ഒരു ബ്ലോഗറിനെ ആദ്യമായിട്ട് കണ്ടത്. നമ്പർ പ്ലേറ്റ് ഒക്കെ ഉള്ളേ നോക്കട്ടെ, ഇവിടെ ചേച്ചിയുടെ അക്കൗണ്ട് ഒക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ നമുക്ക്. KL19 ശ്രീതു ബ്ലോഗ്സ്. അടിപൊളി, നല്ലതാ. അതിനകത്ത് അതുലിനെ ഡാനി ഉള്ളൂ. കഷ്ടം. പറ കേക്കട്ടെ. എന്തായാലും നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു ബ്ലോഗറിനെ ആദ്യമായിട്ട് കാണുക. പറ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ രണ്ടുപേരും കുട്ടിയും പറഞ്ഞ് ഞങ്ങൾക്ക് നേരെ നെഞ്ചത്തോട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന അതിലും ഡാനി എന്ന് പറയുന്നത്. അതിന് നീ ഒരു വീഡിയോ ഇട്ടില്ലയോ? അതിനൊരു വീഡിയോ ഇട്ട് നീ വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് പിന്നെ എന്തിനാ പൊക്കി പിടിച്ചോണ്ട് വന്നേ? അതാ ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം 2 മാസം മുന്നേ ഞങ്ങൾ വരുന്ന ചെറിയ ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ചാനൽ ഞാൻ ഉള്ളത് പറയുകയാണെങ്കിൽ ഞങ്ങൾ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചില്ല. ഞങ്ങൾ ഇവിടെ ആദ്യം വീഡിയോ കാണാനായിട്ട് പോയില്ല. കാരണം ഞങ്ങളിപ്പോൾ വേറെ ആളുടെ ഫൈറ്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ സെക്രട്ടറി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും ഈ പറയുന്ന അതിന്റെ ഡാനിയുടെ പേര് വരാറില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ കേസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവന്മാർ എന്തിനാണ് ഞങ്ങളുടെ തലയിൽ കയറി വന്ന് ഞെരുങ്ങുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയാനായിട്ട് സാധിച്ച കാര്യം, ഇവന്മാരെ ഇപ്പൊ പിരി ഇറക്കി ഞങ്ങൾക്കെതിരെ വിടാൻ വേണ്ടിയിട്ട് ഒരു ടീം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ. ഏത് ടീം? അയ്യോ എന്റെ പൊന്നെ, പുതിയ കഥകളൊക്കെയോ ഇപ്പൊ ഒരു ടീം വന്നെന്ന് പറയുന്നത്. ഏത് ടീമാണെന്ന് കൂടെ ഒന്ന് പറ. എന്തുവാണ് ഇത്? പുതിയ ടീം ഞങ്ങൾക്കെതിരെ വന്നെന്നാ? അതേത് ടീമാ? ഇതെല്ലാം കൂടെ അവസാനം ഇത് നമ്മളെ എത്തിച്ചിട്ട് വരുവാണല്ലോ. കേക്ക് നിന്റെ നാടകം പറ. എനിക്കത് 1-2 പേര് നിങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം പറയാം, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മാത്രം മതി. തിരിച്ചു തരുന്ന അറ്റാക്ക് നിങ്ങൾക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചിട്ട് വേണം ഈ കൂടെ നിൽക്കുന്നവരുടെയും അല്ലെങ്കിൽ അണ്ടർ വന്ന് തിരി കയറ്റുന്നവരുടെയും ബാക്കി കേട്ട് ഞങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ. എന്തോ താങ്ങാനോ? അതിന് നീ ആരാ? നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മോളെ, നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് വന്ന് നീ അതുലിനെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടാക്കിയതൊന്നും കൂടെ ആരും മറന്നിട്ടില്ല മോളെ. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചോണ ഉണ്ടെങ്കിൽ ഞാൻ ബില്ല് വിളിക്കും. നിന്നെക്കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്. വലിയ ഡയലോഗ് അടിക്കാതെ. എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു. പലതും കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്കത് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിഞ്ഞിടാത്തോണ്ടോ അല്ല. ഞങ്ങൾ ഇടുന്ന സാധനം നിങ്ങൾക്ക് താങ്ങാൻ ശേഷിയില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ്. കാരണം ചുമ്മാ വന്നിട്ട് ഇങ്ങനെ വായ്പൊന്നെല്ലാം വിളിച്ചിട്ട് പോകാനായിട്ട് ശ്രീധരനെ കിട്ടുള്ള സജീവനെ കിട്ടില്ല. നല്ല എവിഡൻസ് വെച്ച് തന്നെ വന്ന് പബ്ലിക്കിൽ ഇടാനാണ് എനിക്കതാണ് ഇഷ്ടം. പിന്നെ നീ ഇടയ്ക്ക് കുറെ എവിഡൻസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നിന്റെ എവിഡൻസ് ഒക്കെ എവിടെ പോയി? ആദ്യം പ്രവർത്തിക്ക്, ഡയലോഗ് അടിക്കാൻ ചെല്ലും മോളെ. എന്ത് പറയാനാണ്? കാരണം നിങ്ങൾ ചുമ്മാ പോകാൻ വിടുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നം? എന്താണ്? എനിക്കൊന്ന് വേണ്ടി റീച്ച് കുറവായിരിക്കും കേട്ടോ. അതായത് ശ്രീധരനെ സജീവനെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഇടപെട്ട് റിയാക്ട് ചെയ്യും. അതൊക്കെ സാധനം ഇവക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് എന്നാ രേണു സുതി വന്നത്? നീയൊക്കെ അവിടെ അണ്ടറിൽ കിടക്കുകയാണ്. നീയൊക്കെ അവൾക്ക് വേണ്ടി പണിയെടുക്കുന്നത്. നിനക്കൊക്കെ വേണ്ടി എന്നാ അവള് പറഞ്ഞിട്ടുള്ളത്? ഈ അടുത്ത സമയത്ത് ഇതൊന്നും അല്ലായിരുന്നല്ലോ വന്ന് കുറച്ചോണ്ടിരുന്നത്. ഇതൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെ റീച്ചു, എന്റെ പൊന്നു മോളെ, നീ എന്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ നിനക്കറിയാം അത്യാവശ്യം എനിക്ക് വ്യൂ അടിച്ച് കയറുന്ന സാധനം ഈ പറയുന്ന രേണുവിന്റെ അല്ല. എനിക്ക് പണ്ട് കയറിയിട്ടുണ്ട്, ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്തിനാ എന്റെ മോളെ നീ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതാണോ ഈ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാം. ശ്രീധരനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കാര്യം അറിയാം, സജീന ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം അറിഞ്ഞെങ്കിൽ അത് ആണാണെങ്കിൽ ഓപ്പണായിട്ട് ഒന്ന് സംസാരിക്കാം എന്തുണ്ടെങ്കിലും. അതല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്ന് 10 ആള് കാണാൻ വേണ്ടിയിട്ട് പട്ടി ഷോ കാണിച്ചിട്ട് ഒന്നും ഓപ്പണായിട്ടൊക്കെ സംസാരിച്ചതാണ്. ചില കാര്യത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാൻ ഇപ്പോഴും കിടപ്പുണ്ട്. അത് വേറെ കാര്യങ്ങൾ.
നിങ്ങളൊക്കെ അന്ന് കുറേ ആൾക്കാരെയൊക്കെ വലിയ വിളിച്ച് പുറത്തിടുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ. വലിയ ഡയലോഗ് അടിക്കുന്നത്. പിന്നെ നിന്നോടൊന്നും ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല. അത് അത്രേ ഉള്ളൂ. അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഉണ്ടായിട്ട് നീ എന്ത് ചെയ്യും? നീ എടുത്തിട്. ഞാൻ കുറച്ചൊക്കെ ഇട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറയുന്നത് എന്റെ എന്താക്കിയ സാധനം ഉണ്ടെന്ന് നീ നേരത്തെ അല്ല സെയിം ഡയലോഗ് നീ അടുത്തിട്ടുണ്ട്. നീ ഇടടാ. എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇടും. നിന്റെ ഉണ്ട് മോളെ, നിന്റെ ഉണ്ട്. സമയമാട്ടെ നീ കിടന്നങ്ങ് തകർക്ക്. ഇപ്പോഴല്ല, ഒരു സമയമാട്ടെ, നമുക്കത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഞാൻ വലിയ വിളിക്കും, നീ ഇട്. ബാക്കി നമുക്ക് വരുന്നത് വെച്ച് കാണാം. ഞാൻ തിരിച്ചിരുന്നതും ഞാൻ ആദ്യം പറഞ്ഞ സാധനം വേണം. പിന്നെ അതും രാവിലത്തെ വീഡിയോയിൽ കാട്ടവരാതി മക്കൾ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ സജി ചേച്ചി. ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് പോയി കുഞ്ഞു നിൽക്കി കാട്ടവരാതി മക്കള് മറ്റത് മറിച്ചത് സാമാന്യം റോഡിലിട്ട് ഓരക്കി എന്ത് വർത്തമാനാണ്? നീ വേറെ ആർക്കെങ്കിലും പോയി പറ അതിൽ, അല്ലെങ്കിൽ നീ ആയിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ നീ ആയിട്ട് നല്ല രീതിയിൽ നീ എന്ത് തോന്നിയ ദിവസം പറഞ്ഞാലും അത് കേട്ട് ചിരിച്ച് സന്തോഷിച്ചാൽ നീ പറഞ്ഞത് നല്ലതാണ് എന്ന് പറഞ്ഞ് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും വൃത്തികെട്ട സ്ത്രീകളോ അതല്ല വൃത്തികെട്ട ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പോ നിനക്ക് ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേണ്ടത്, നീ അവരൊക്കെയാണ് പറയേണ്ടത്. ഇത് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നീ പറയുക. അതല്ലെങ്കിൽ നീ ഒരു കാര്യം വെയിറ്റിന്റെ ഒക്കെ ആർക്കെങ്കിലും പറയുക. ചുമ്മാ വന്ന് എന്തിനാ വന്നിരുന്നത്? ഇനി ഞങ്ങളൊക്കെ എന്തിനാ പറയണേ? നീയൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചില കാര്യത്തിൽ പ്രൂഫ് ഉണ്ടായിട്ടുണ്ട്. ബാക്കി ചില കാര്യങ്ങളൊക്കെ എന്തോ പറയുന്നത് പോലും നിനക്കൊക്കെ പോലും അറിയത്തില്ല. ഈ പറയുന്ന രേണുവിനെ കുറ്റം പറഞ്ഞ ടീമുകളാണ്. എന്നിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ചേച്ചിയെക്കുറിച്ച് വാണോളം പൊടുത്തുന്നത്. ആദ്യം സ്വയം നന്നാവാൻ നോക്കുക. ഈ പറയുന്ന രണ്ടെണ്ണം എന്തോ സംസാരിക്കുന്നതിൽ പോലും എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഈ രണ്ടെണ്ണം ചില കാര്യത്തില ഓക്കെ, അത് എല്ലാവരും അതുലിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പയ്യൻ്റെ കേസ് കേട്ടില്ല, അതുൽ ഇവരെ വിളിച്ച് കേസിൽ നിന്ന് ഊരി കൊടുത്ത കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും എന്തോ ആയാലും ശരി, കുറേ എന്താ പറയണ്ട, ഈ രണ്ടെണ്ണം അവർക്ക് വേണ്ടി കിടന്ന് കുറയ്ക്കുന്നുണ്ട്. അവളാണ് ഈ പട്ടി വിലയും കൊടുക്കുന്നില്ല. രേണു സുധി സത്യം പറഞ്ഞ് യൂസ് ആക്കുന്നതാണ് ഈ പറയുന്ന രണ്ടെണ്ണത്തിനെ. നീയൊക്കെ പറഞ്ഞല്ലോ റീച്ചിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നീയൊക്കെ ആയിരിക്കും റീച്ചിന് വേണ്ടി നടക്കുന്നത്. ഞങ്ങൾക്ക് എന്തിനാണ് റീച്ചിൻ്റെ ആവശ്യം? ഒരാവശ്യമില്ല. പണ്ടുതൊട്ടേ കേൾക്കുന്ന ഒരു ഡയലോഗാണ്. ഇപ്പോൾ അത്യാവശ്യം 1 lakh സബ്സ്ക്രൈബേഴ്സായി. കാണേണ്ടവർ കാണുന്നുണ്ട് വീഡിയോ. അത് മതി മോളെ, അത് മതി. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അങ്ങ് വിട്ട് കളയാതെ പറയാൻ മനസ്സിലായി. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് നോക്കാം, അപ്പോഴല്ലേ. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് പറ്റിയാളെ വെച്ചാൽ അതും കൂടെ ഒന്ന് പറ.